നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 63ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും സാഹചര്യവും വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് സമയം നീണ്ടു നിന്ന് പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാക്കുകളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം എന്ന് പറയുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ ചേർത്ത് കൊടുക്കുക. ഇവിടെ എന്നുള്ളത് ഐ എന്നുള്ളതാണ്, ഐ ചേർക്കാം. രണ്ടാമത് എന്ന് പറയുന്നത് ഹാഡ് ചേർക്കാം. മൂന്നാമത് ബീൻ ചേർക്കാം. നാലാമത് എന്താണോ പ്രവൃത്തി. ഇവിടെ പ്രവൃത്തി എന്നുള്ളത് സ്റ്റഡിയിങ് എന്നുള്ളതാണ്. സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി. അപ്പോൾ എന്ന് പറയുന്നത് സ്റ്റഡീൻ്റെ കൂടെ ഒരു പ്രവൃത്തിയുടെ കൂടെ ING ചേർക്കുക. ING നിർബന്ധമായിട്ടും ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഹാഡ് ബീൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അർത്ഥമൊന്നും നിങ്ങൾ വെക്കരുത്. ഈ സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചെയ്യുന്നല്ല, പണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവൾ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ റീഡിങ്. അവൾ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയും. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീ ഹാഡ് ബീൻ ഡ്രൈവിങ്. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹീ ഹാഡ് ബീൻ സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി സംസാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും പോകുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടി എന്ന് വരില്ല. ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ടാവും, പക്ഷേങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി എന്താണോ പഠിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരം പുറത്ത് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ച് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നോളജ് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിപ്പിച്ചെടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നമുക്കിതിൻ്റെ വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലേക്ക് നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇപ്പം ചെയ്യുന്നതല്ല. പണ്ട് ഒരു ടൈമിന് എന്ന് പറയുന്നത് കുറച്ച് സമയം നീണ്ടു നിന്ന് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ഐ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം.
അവൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഷീ ഹാഡ് ബീൻ ഡൂയിങ് എക്സസൈസ്. അവൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി ഹാഡ് ബീൻ ടീച്ചിങ് ദം. അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് ബീൻ ടോക്കിംഗ് വിത്ത് ഹിം. അവൾ അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ 10 വർഷമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചെയ്യുന്ന കാര്യമല്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പറയുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ ആയി എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. ഫോർ 10 years, 10 വർഷമായി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരിക. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ 2 മണിക്കൂറായി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഇപ്പം ചെയ്യുന്ന കാര്യമല്ല, ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. വി ഹാഡ് ബീൻ പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഫോർ 2 hours. ഞങ്ങൾ 2 മണിക്കൂറായി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ രാവിലെ മുതൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ രാവിലെ മുതൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചെയ്യുന്നല്ല, കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഹി ഹാഡ് ബീൻ വാച്ചിങ് TV സിൻസ് ദ മോർണിംഗ്. സിൻസ് എന്ന് പറയുന്നത് മുതൽ എന്നാണ് പറയുന്നത്. ഹി ഹാഡ് ബീൻ വാച്ചിങ് TV സിൻസ് ദ മോർണിംഗ്. രാവിലെ മുതൽ അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ 2 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അവനോട് പറയുന്നതാണ്, നീ 2 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. യു ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 days. നീ 2 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് നമുക്ക് കുറച്ച് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? വെൻ യു കോൾഡ് മീ ഐ ഹാഡ് ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വെന്നിൻ്റെ കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെന്നിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ എന്ന് പറയുന്നത് അപ്പോൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. അടുത്ത ഒരു ഉദാഹരണം നോക്കാം. ഞാൻ ഇവിടെ ചേരുന്നതിന് മുമ്പ് ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ബിഫോർ ഐ ജോയിൻഡ് ഹിയർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ് അർത്ഥം വരുന്നത്. ബിഫോർ ഐ ജോയിൻഡ് ഹിയർ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാനൊരു പുതിയ കാറ് വാങ്ങാൻ 2 വർഷമായി പണം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ബീൻ സേവിങ് മണി ഫോർ 2 years ടു ബൈ എ ന്യൂ കാർ. ഞാൻ ഒരു പുതിയ കാർ വാങ്ങാൻ 2 വർഷമായി പണം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടുവിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് കണക്റ്റിംഗ് വാക്കുകളുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടു ബൈ എന്ന് പറയുന്ന വാങ്ങാൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ 2 ദിവസമായി വിശ്രമമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വി ഹാഡ് ബീൻ ട്രാവലിംഗ് ഫോർ 2 days വിത്തൗട്ട് എനി റെസ്റ്റ്. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ളതാണ് പറയുന്നത്. വിത്തൗട്ട് എനി റെസ്റ്റ്. ഞങ്ങൾ 2 ദിവസമായി വിശ്രമമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ചെയ്യുന്ന കാര്യമല്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പണ്ട് പാസ്റ്റിൽ എന്ന് പറയുന്നത് കുറേ സമയം നീണ്ടു നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ ഹാഡ് ബീൻ എങ്ങനെയാണ് പറയുക എന്നുള്ളത്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നോക്കാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഹാഡ് നോട്ട് ബീങ് സ്റ്റഡിയിങ്. ഐ ഹാഡ് നോട്ട് ബീങ് സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അതിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ടും പറയാൻ പറ്റുന്നതാണ്. ഐ ഹാഡിൻറ്റ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഐ ഹാഡിൻറ്റ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡിൻറ്റ് ബീൻ സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഐ ഹാഡിൻറ്റ് ബീൻ ടേക്കിംഗ്. ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല. ദേ ഹാഡിൻറ്റ് ബീങ് സ്പീക്കിംഗ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല.
നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നമുക്കിതിൻ്റെ വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലേക്ക് നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാം. ഷീ ഹാഡിൻറ്റ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം. അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാം. ദേ ഹാഡിൻറ്റ് ബീൻ വർക്കിംഗ് ഹിയർ. അവർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ഹാഡിൻറ്റ് ബീൻ മേക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ഞാൻ രാവിലെ മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാം. ഐ ഹാഡിൻറ്റ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ മണിക്കൂറുകളോളം കാത്തിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ഹാഡിൻറ്റ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹവേഴ്സ്. അവൾ മണിക്കൂറുകളോളം കാത്തിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. വി ഹാഡിൻറ്റ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അവളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാം. ഐ ഹാഡിൻറ്റ് ബീൻ തിങ്കിങ് അബൌട്ട് ഹെർ. ഞാൻ അവളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ചിൽഡ്രൻ ഹാഡിൻറ്റ് ബീൻ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് സംസാരത്തിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് സാഹചര്യം മനസ്സിലാക്കി, അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിനനുസരിച്ച് എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ സംസാരത്തിൽ ഉപയോഗിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാസ് അതുപോലെ തന്നെ വേറിൻ്റെ കാര്യങ്ങൾ മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോവുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, കളിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം ലഭിക്കുന്ന വാസ് അതുപോലെ തന്നെ വേറെ വെച്ചിട്ടുള്ള പണ്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും പറയുന്നത് പണ്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മാറ്റം വരുന്നത് വാസ് അതുപോലെ തന്നെ വേറെ വെച്ചിട്ട് പറയുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് അധികം സമയം നീണ്ടു നിന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതാകുമ്പോൾ എന്ന് പറയുന്നത് കുറേ സമയം നീണ്ടു നിന്നതായിട്ട് തോന്നും. അതിൻ്റെ ഒരു 2 ഉദാഹരണം നോക്കാം. ഞാൻ പഠിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വാസ് സ്റ്റഡിയിങ് എന്ന് പറയാം. അപ്പോൾ എന്ന് പറയുന്നത് കുറച്ച് സമയം അത്ര അതിൽ കാണുന്നില്ല. പക്ഷേ ഈ രൂപത്തിൽ ഹാഡ് ബീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു അർത്ഥം ലഭിക്കും. കുറച്ച് സമയം നീണ്ടു നിന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പോവുകയായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വാസ് ഗോയിങ് എന്ന് പറയാം. ഞാൻ പോകുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഹാഡ് ബീൻ വെക്കുമ്പോൾ ഐ ഹാഡ് ബീൻ ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു അർത്ഥം ലഭിക്കും. കാരണം ഇതിന് ഹാഡ് ബീൻ ചേർക്കുമ്പോൾ കുറേ കൂടി സമയം നീണ്ടു നിന്നതായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.